ഇതൊരു വെറുമൊരു വേട്ടാക്കി ജമ്മു പിന്നല്ല അത്രേ ഉള്ളൂ. അതുകൊണ്ടോ മെറീസൊക്കെ കണ്ടില്ലേ? എൻജോയ് ചെയ്യണം മെറീസ. എനിക്ക് നാണം വരുന്നു. ബിജി ചേച്ചി ഒരു കഥ പറയുമോ? ഞാൻ വായിച്ചേപ്പിച്ചാ നീ പോവോ? കഥ കേൾക്കണം താല്പര്യമുള്ളൊരു കൈപൊന്തിക്ക്. ഞാനാണെങ്കിൽ ആ കഥ വായിച്ചേപ്പിച്ചു തരും. കഥ കേൾക്കണം എന്നുള്ളൊരു കൈപൊന്തിക്കുക. ഓക്കെ ബി ചേച്ചി പൊന്നാടാ പറ ആള് കൂടട്ടെ. ആള് കൂടണമെങ്കിൽ മറ്റൊന്നും ബാനായി പോകുന്നൊരു പേടിയാ. കഥ കേൾക്കാൻ താല്പര്യമുള്ളവര് കൈപൊന്തിക്കുക. ഞാൻ ആ കഥ ഇങ്ങനെ ഇരുന്ന് വായിച്ചു തരും. പക്ഷെ ആർക്കും മൂടാവാൻ പാടില്ല. ലാസ്റ്റ് പറയുന്നോളം വരെ ഇരിക്കണം. മെറീസ ഞാൻ കഥ പറയട്ടെ? വായിക്കട്ടെ കഥ? പറ. രണ്ടുപേര് പറഞ്ഞാൽ പോരാ. എൻ്റെ പെൺപിള്ളേരെല്ലാവരും പറയട്ടെ, കേൾക്കാൻ ശേഷിയുള്ളവര്. സീമസ് കഥ വായിക്കട്ടെ? സീമസ് കഥ പറയട്ടെ? വേഗം പറയൂ. ഓക്കെ കഥ വായിക്കട്ടെ? മെറീസ കേട്ടോട്ടോ, ഞാൻ കഥ വായിക്കാൻ പോവാണ്. എല്ലാവരും കഥ കേൾക്കുക. ഞാൻ കഥ വായിക്കാൻ പോവാണ്. തൽക്കാലത്തേക്ക് ഞാൻ ആ ഫോൺ മാറ്റി ഫോൺ വെച്ചിട്ട് കഥ വായിക്കാം കേട്ടോ. ചെറുതായിട്ട് പറ ജെസിക്ക. അതെ, കഥ ഫുള്ളും ഞാൻ വായിക്കും. എന്തെങ്കിലും പോരായ്മകൾ കുറ്റങ്ങളുണ്ടെങ്കിൽ മേബിളും എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഹോൾഡേട്ടാ എന്നോട് ക്ഷമിക്ക ജെസിക്ക. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുറച്ച് പോരായ്മകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഒരു മിനിറ്റ്, ഇത് കുറച്ച് ചാർജ് കയറണം എന്നാലേ ഇത് മൈൻഡ് ആവുള്ളൂ. ഇതാവണില്ല, വെട്ടമില്ലടോ ഈ ഫോണിലത്. ഈ ഫോണിലാണ് ഈ കിടക്കുന്ന. എന്താ ചെയ്യാ? ഞാൻ കഥ വായിക്കാൻ പോവാണ് കേട്ടോ. ജസ്റ്റിക്ക് ഇതാരാ? പിന്നെ കഥ കേൾക്കാൻ പോവാണ്. കഥ പറയാൻ പോകണ്ട. എല്ലാവരും കേട്ടിരിക്കുക. കഥ വായിക്കാൻ പോവാണ്. ആ കഥയ്ക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. ഇത്ര യുദ്ധഭൂമിയിൽ പുതിയ പിടി, അതൊക്കെ ഉണ്ട്. ജെസിക്ക ഇതാ ഞാൻ കഥ വായിക്കാണ്. പോരായ്മകൾ കൂട്ടിച്ചേർക്കാം. ഒമ്മേ ചങ്കപ്പോ ബിജി ചേച്ചിയുടെ ചങ്കപ്പ് നോട്ടെ. ചങ്കപ്പ ആക്കാൻ ചങ്കപ്പിന് പറ്റുന്നില്ലല്ലോ. ഈശ്വര, കുറേ ആൾക്കാർ. ഒരു മിനിറ്റ്. ഇത് വേറെ ഐഡിയ ആണ്. അതെ കഥ കേട്ടോ. ഇതിൽ വരണമെങ്കിൽ ഒരു മിനിറ്റ്. ഇതിൽ വെട്ടമില്ല. ഒരു മിനിറ്റ്. കഥ പറയുമ്പോൾ ഞാൻ മാറി നിൽക്കുവേ. തുറണ്ട. മെറിസയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിപ്പോ ആരാല ഇവിടെ ഫുൾ ഫേക്കാണല്ലോ. ഫുള്ള് ഫേക്കാണ്. ഫേക്കാണെങ്കിൽ എന്താ കഥ കേട്ടാപ്പാനെ. കഥ കേട്ടോ. കഥ പറയുമ്പോ കേട്ടിരിക്കണം. ഓക്കെ, കഥ കേൾക്കണം. കഥ കേട്ടോണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കാം. റെഡി 1 2 3 7. നിങ്ങൾ കമൻ്റൊക്കെ ഇവിടെ കാണണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റുകളൊക്കെ നോക്കണം. കമൻ്റൊക്കെ ഇടണം. ഓക്കെ, ഞാൻ കഥ പറയാൻ പോവാണ്. ചേച്ചി സേഫ് അല്ല മുത്തേ. കേക്കിട്ടാ ഒന്ന്.
ഞാൻ സൂസൻ. എല്ലാവരും കേൾക്കണേ. ഞാൻ സൂസൻ. വയസ്സ് ഇപ്പോൾ 40 ഓക്കെ. നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് മനുഷ്യൻ കുത്തിക്കോളാം. ഞാൻ കമൻ്റൊക്കെ നോക്കുന്നുണ്ട്, ഞാൻ വായിക്കുന്നതിൻ്റെ ഇടയിൽ. കെട്ടിയോൻ മാത്യു. പുള്ളി ദോഹയിലാണ്. അവിടെ ഒരു കമ്പനിയുടെ സെറ്റ് എഞ്ചിനീയറാണ്. 2 കുട്ടികൾ, ഒരാണും ഒരു പെണ്ണും. ഞാനും മക്കളും. ഞങ്ങളുടെ വീട്ടിൽ ആണ് താമസം. ഞാനും മക്കളും ഗൾഫിൽ. കുറേ കാലം കെട്ടിയോൻ്റെ കൂടെ ഗൾഫിലായിരുന്നു. മോൾ സ്കൂളിൽ കഴിഞ്ഞപ്പോൾ +2 നാട്ടിൽ ചേർക്കാമെന്ന് കരുതി എൻ്റെ ജോലി രാജിവെച്ചു ഞാൻ. പിള്ളേരെയും കൊണ്ട് നാട്ടിലേക്ക് പോന്നു. ആദ്യം ഞാൻ എന്നെക്കുറിച്ച് പറയാം. ഓക്കെ. എനിക്ക് ഒരു 5-6 അടി പൊക്കവും അതിനൊത്ത തടിയുമുള്ള ബോഡി ആണുള്ളത്. ഇരുനിറം. ശരീരത്തിൻ്റെ അളവുകൾ പറഞ്ഞാൽ മുലകൾ 36D സൈസുള്ള ബ്രായിൽ ഒതുക്കിയാണ് ഞാൻ നടക്കുന്നത്. ഓക്കെ. തുളുമ്പി അരക്കെട്ടും, എന്നാൽ അതിന് താഴേക്ക് ഒതുങ്ങാത്ത ചന്തികളും തുടകളുമാണുള്ളത്. ഓക്കെ. ഓക്കെ. കേൾക്കണം. കുണ്ടി നല്ല മുഴുത്തതാണ്. പാൻറ്റി സൈസ് 100 cm. കെട്ടിയൻ ഗൾഫിൽ വെച്ചു നന്നായി അടിച്ചു. ബാക്കി എനിക്ക് രതിമൂർച്ച ഉണ്ടാക്കി തരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫിൽ നിന്നു തിരിച്ചു വന്നപ്പോൾ ഡാഷ് പ്രയോഗമായിരുന്നു. ഏക ആശ്രയം. വർഷത്തിൽ 2 തവണ കെട്ടിയോൻ വരും. അപ്പോൾ ഡെയിലി എന്നെ ഡാഷ് സൂപ്പിച്ചു തരും. ഓക്കെ. ചിരിക്കല്ലേ വായിക്കുമ്പോ? ഓക്കെ ഓക്കെ ഓക്കെ. അതെന്താ ഡാഷ്? അടുത്തത് ഞാൻ ചിരിക്കൂല കേട്ടോ, ഫുള്ളും കേട്ടോണം. ഈ അനുഭവം ഉണ്ടാക്കുന്നത് ഞാൻ ഒരിക്കൽ കുട്ടികളുടെ സ്കൂളിൽ ഒരു മീറ്റിങ്ങിന് പോയി വരുന്ന വഴിക്കാണ്. എനിക്കിപ്പോൾ 40 വയസ്സാകുന്നു. വീട്ടിലെ കാർ സർവീസിന് കൊടുത്തിരിക്കുന്ന കാരണം ഞാൻ സ്കൂട്ടർ എടുത്താണ് പോകാൻ ഇറങ്ങിയത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു 4 കിലോമീറ്റർ പോയാൽ ഒരു ടൗൺ ഉണ്ട്. ഞങ്ങളുടെ വീട് ഒരു ഗ്രാമപ്രദേശമാണ്. ഭർത്താവ് പണിയിപ്പിച്ച വീടാണ്. അത്യാവശ്യം കുറച്ച് സ്ഥലവും പുറകിലൊരു പാടവും ഒക്കെ ആയിട്ടുള്ള സ്ഥലം. എല്ലാം കൂടെ ഒരു 2 ഏക്കർ പറമ്പുണ്ട്. പാവം കെട്ടിയോൻ ദോഹയിൽ കിടന്നാണ് കഷ്ടപ്പെട്ടത്. കെട്ടിയോൻ്റെ തറവാട് ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് പോകണം. വീട്ടിൽ ഞാനും മക്കളും മാത്രമാണ് താമസം. ഓക്കെ. ഡാഷ് പൂരിപ്പിക്കും വിജയ്. ഡാഷ് പൂരിപ്പിക്കണോ? അപ്പം ഇനി അങ്ങോട്ട് തൊട്ട് ഡാഷ് കേട്ടോണം. നോക്ക്. സ്കൂളിൽ ഉച്ച കഴിഞ്ഞ് മീറ്റിങ്ങിന് പറഞ്ഞിരുന്നത്. മഴയായതിനാൽ ഞാൻ ഇട്ടത് ഒരു ടോപ്പും ലെഗിൻസുമായിരുന്നു. അത്യാവശ്യത്തിലധികം ഷേപ്പുള്ളതിനാൽ ഞാൻ ലെഗിൻസ് ഇട്ടാൽ പുറകെ വരുന്നവർക്ക് എൻ്റെ നിതംബത്തിൻ്റെ മുഴപ്പും കൊഴുപ്പും അറിയാൻ പറ്റുമായിരുന്നു. സ്കൂട്ടർ അടുത്തുള്ള ജംഗ്ഷനിലെത്തിയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ സ്കൂട്ടർ അവിടെ അടുത്തൊരു പാർക്കിംഗ് സ്ഥലത്ത് വെച്ചിട്ട് ബസ്സിന് പോകാമെന്ന് തീരുമാനിച്ചു. ഓക്കെ. കാര്യത്തിലേക്ക് വാ ചേച്ചി, ഇതാ വരുത്തേ. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വൈകിട്ട് 4:30 കഴിഞ്ഞു. കുട്ടികൾ സ്കൂളിൽ ബസ്സിൽ പോയിരുന്നു. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു ബസ്സും തിരിച്ചു കയറി. ഇതിൽ കുറേ ഒന്നുമില്ല, അടുത്ത് നോക്കട്ടെ. ഇനിയാണ് കഥ. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയും പെയ്യാൻ തുടങ്ങി. ബസ്സിലെ ഷട്ടർ എല്ലാം താഴ്ത്തി. ബസ്സിനകത്ത് ഇരുട്ടായി. ആകെ തിരക്കും ബഹളവും. എനിക്കാണെങ്കിൽ ബസ്സിൽ ഒരു അരമണിക്കൂർ മുകളിൽ പോകാനുണ്ട്. താനും മഴ കാരണം ബസ് മെല്ലെയാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകിൽ എന്തോ അമർന്ന പോലെ തോന്നി. ആരുടെയോ കൈയുടെ പുറം പോലെ. ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ ഒരു പയ്യൻ. കണ്ടിട്ട് എന്തോ കോളേജിൽ പഠിക്കുന്ന പയ്യനാണെന്ന് തോന്നുന്നു. അവനാണെങ്കിൽ കയ്യിൽ അവൻ്റെ ബാഗ് ഊരി പിടിച്ചിട്ടുണ്ട്. അത് നിലത്ത് വെക്കാൻ നോക്കിയപ്പോൾ ആണ് എൻ്റെ തുടയിൽ കൈ കൊണ്ട്. അപ്പോൾ കണ്ടക്ടർ വന്നു. അവനോട് ബാഗൊക്കെ ഇരിക്കുന്നവരുടെ കയ്യിൽ കൊടുത്തിട്ട് മുന്നോട്ട് കയറി നിൽക്കാൻ പറഞ്ഞു. വഴക്കു പറഞ്ഞു. അവൻ എൻ്റെ പുറകിലോട്ട് ചേർന്ന് നിന്നു. കേക്ക് മസാല വന്നു. കേക്ക്. അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ ചന്തിയിൽ
അവൻ്റെ അരക്കെട്ട് അമർന്നപ്പോൾ എനിക്ക് തോന്നി തിരക്കായതിനാൽ ഞാൻ കാര്യമാക്കിയില്ല. അല്പം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ്റെ കൈ എൻ്റെ ചന്തിയിലമർത്തി. ഓക്കെ, ചന്തിയിലമർത്തി ഉരച്ചുകൊണ്ട് താഴോട്ട് കൊണ്ടുപോയി. എന്നിട്ട് എൻ്റെ എന്തോ പോക്കറ്റിൽ നിന്നെടുക്കുന്നത് പോലെ ചെയ്തു. ഞാൻ അനങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ പിന്നെ കൈ മുകളിലോട്ട് കമ്പിയിൽ പിടിക്കാൻ കൊണ്ട് വരുന്നത് പോലെ കൊണ്ടുവന്നു. കൈ